സോങ് ഓഫ് ഫയർ ആൻഡ് ഐസ് അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ്, ഇവ രണ്ടിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു കഥാപാത്രമാണ് ഡയർവൂൾഫ്. പക്ഷെ ഇന്ന് വാർത്തകളിലും യൂട്യൂബിലും ഈ ജീവികൾ ഇടം പിടിച്ചിരിക്കുകയാണ്. മാമത്തുകളുടെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്ന നമുക്ക് സർപ്രൈസ് ആയിട്ടാണ് ഡയർവൂൾഫുകളുടെ തിരിച്ചുവരവ്. എന്താണ് ഈ ഡയർവൂൾഫ്? ശരിക്കും ഇതൊരു ഡി എക്സ്റ്റിങ്ഷൻ ആണോ? എങ്ങനെയാണ് ഇവർ ഡയർവൂൾഫിനെ ഡി എക്സ്റ്റിങ്ക്ട് ചെയ്തിരിക്കുന്നത്? എല്ലാ വംശനാശം സംഭവിച്ച ജീവികളെയും ഇതുപോലെ ഡി എക്സ്റ്റിങ്ക്ട് ചെയ്യാൻ പറ്റുമോ? ഇനി അങ്ങനെ വംശനാശം സംഭവിച്ച ജീവികൾ ഭൂമിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നിലനിൽപ്പ് എന്തായിരിക്കും? ഈ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായി കാണില്ലേ? ഇതിനൊക്കെയുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. സോ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, എന്താണ് ഡയർവൂൾഫ്? ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുന്നേ വംശനാശം സംഭവിച്ച ഒരു ജീവിയാണ് ഡയർവൂൾഫ്. ഇവർ കാണപ്പെട്ടിരുന്നത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ്. അല്ലെങ്കിൽ നമ്മുടെ പരിമിതമായ അറിവ് വെച്ച് അവരെ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രമാണ് നമുക്ക് കണ്ടെത്താനായിട്ടുള്ളൂ. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ചിട്ട് ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറയുന്നത് ഗ്രേ വൂൾഫാണ്. പക്ഷെ ഗ്രേ വൂൾഫുകളായിട്ട് തന്നെ ഇവർക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഏകദേശം 6000 മില്യൺ വർഷങ്ങൾക്ക് മുന്നെയാണ് ഗ്രേ വൂൾഫുകളിൽ നിന്ന് ഡയർ വൂൾഫുകൾ പിരിഞ്ഞത്. 80 കിലോ വരെ ഭാരം വെക്കുന്ന ജീവികളായിരുന്നു ഡയർ വൂൾഫ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗ്രേ വൂൾഫുകൾ കേവലം 50 കിലോ മാത്രമാണ് ഭാരം വരാറുള്ളൂ. ചെറിയ ജീവികളെ ഭക്ഷിച്ചു വരുന്ന ഗ്രേ വൂൾഫുകൾക്ക് വിപരീതമായിട്ട് ഡയർ വൂൾഫുകളുടെ ഭക്ഷണം വളരെ വലിയ ജീവികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പല്ലും അതിനനുസരിച്ച് ഈ വലിയ ജീവികളുടെ എല്ല് വരെ മുറിക്കാൻ പാകത്തിലുള്ളതാണ്. ചെന്നായകളും കുറുക്കനും നായയും എല്ലാം ഉൾപ്പെടുന്ന കാനസ് കുടുംബത്തിൽ പോലും അല്ല ഡയർ വൂൾഫുകൾ ഉള്ളത്. സോ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളോസൽ ലബോറട്ടറീസ് ആൻഡ് ബയോ സയൻസസ് എന്ന കമ്പനിയാണ് ഡയർ വൂൾഫുകളെ ഡി എക്സ്റ്റിങ്ക്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ ഡി എക്സ്റ്റിങ്ഷൻ ക്യാമ്പയിനിൽ ഫസ്റ്റ് പ്രോജക്റ്റ് മാത്രമാണ് ഡയർ വൂൾഫ്. ഇനി മാമത്തുകൾ, ഡോഡോ, ടാസ്മാനിയൻ വൂൾഫ്, അങ്ങനെ ഒരുപാട് ജീവികൾ അവരുടെ ലിസ്റ്റിലുണ്ട്. ഇവർ ആദ്യം പരസ്യം ചെയ്തിരുന്നത് മാമത്തുകളെ 2028 കൂടിയിട്ട് ഭൂമിയിൽ എത്തിക്കും എന്നാണ്. മാമത്തുകളുടെ രോമങ്ങളോട് സാമ്യമുള്ള എലികളെ ഉണ്ടാക്കിയിട്ട് ഇവർ ഓൾറെഡി വാർത്തകളിലൊക്കെ ഇടം പിടിച്ചിട്ടുമുണ്ട്. എക്സ്റ്റിങ്ഷൻ ഇസ് എ കൊളോസൽ പ്രോബ്ലം ഫേസിംഗ് ദ വേൾഡ് ആൻഡ് കൊളോസൽ ഇസ് ദ കമ്പനി ടു ഫിക്സ് ഇറ്റ് എന്നാണ് ഇവരുടെ ടാഗ് ലൈൻ തന്നെ. ഇനി ഇവരെന്താണ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് പറയാൻ ഓൾറെഡി ഒരു നല്ല സൈഫൈ മൂവി തന്നെ ഉണ്ട്, ജുറാസിക് പാർക്ക്. അതിനുള്ളിൽ മരത്തിന്റെ പശയിൽ പെട്ടുപോയിട്ടുള്ള കൊതുകിൽ നിന്ന് എങ്ങനെയാണ് ഡിനോസറിന്റെ DNA എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഡിനോസറുകൾ ഉണ്ടാക്കിയത്, ഒരു സിമിലർ ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ വ്യത്യാസം മരത്തിന്റെ പശയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കൊതുകിൽ നിന്നല്ല, പാലിയന്റോളജിസ്റ്റുകളുടെ ഇഷ്ടസ്ഥലമായ ലാബ്രിയ ടാർ പിറ്റ്സ് എന്നാണ് ഡയർ വൂൾഫുകളുടെ DNA ഇവർക്ക് ലഭിച്ചത്. ലാബ്രിയ ടാർ പിറ്റ്സ് എന്ന് പറയുന്നത് ലോസ് ഏഞ്ചൽസിലുള്ള ഒരു നാച്ചുറൽ ടാർ പിറ്റ് ആണ്. ഇവിടെ കാലങ്ങളായിട്ട് വംശനാശം സംഭവിച്ചു പോയിട്ടുള്ള ജീവികൾക്ക് വേണ്ടി എക്സ്കവേഷൻസ് നടക്കുന്നുണ്ട്. ഡയർ വൂൾഫിന്റെ ഏറ്റവും കൂടുതൽ ഫോസിലുകൾ ലഭിച്ചിട്ടുള്ളത് ഈ ലാബ്രിയ ടാർ പിറ്റ്സ് എന്നാണ്. ഇങ്ങനെ ലഭിച്ച ഡയർ വൂൾഫിന്റെ ഫോസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത DNA ഗ്രേ വൂൾഫിന്റെ ചോരയിൽ നിന്ന് ലഭിച്ച ജീനിലേക്ക് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. ടാർപിറ്റിലായതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ജീനോം ഒന്നും ഡയർ വൂൾഫിന്റെ എക്സ്ട്രാക്ട് ചെയ്യാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. ഇനി ഇതിനായിട്ട് ഇവർ ഉപയോഗിച്ച ജനറ്റിക് ടൂളാണ് നമ്മൾ കേട്ട ക്രിസ്പർ, ക്ലസ്റ്റർഡ് റെഗുലർലി ഇന്റർസ്പേസ്ഡ് ഷോർട്ട് പാലിൻഡ്രോമിക് റിപ്പീറ്റ്സ്. ഇങ്ങനെ ഒരു സെല്ല് ഉണ്ടാക്കി പിന്നെ അതൊരു ഭ്രൂണമാക്കി കുറച്ച് വലിയ നായയിൽ നിക്ഷേപിച്ചതിന് ശേഷമാണ് റെമലസ് റോമസ് എന്നീ ഡയർ വൂൾഫുകളെ ഒക്ടോബറിലും ഖലീസി എന്ന പെൺ ഡയർ വൂൾഫിനെ ജാനുവരിയിലും ഉണ്ടാക്കിയത്. മറ്റെല്ലാ കാര്യത്തിനും ഗ്രേ വൂൾഫുകളെയാണ് ഉപയോഗിച്ചാൽ കൂടെ ഇവർ ഇംപ്ലാന്റ് ചെയ്യാൻ ഉപയോഗിച്ചത് നായേനെയാണ്. കാരണം ഗ്രേ വൂൾഫുകളിൽ ഇംപ്ലാന്റ് ചെയ്യലും അല്ലെങ്കിൽ ലബോറട്ടറിയിൽ വളർത്തുന്നതും അവർക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് ഒരു പക്ഷേ ഈ കുഞ്ഞുങ്ങളെയും ബാധിച്ചേക്കാം. അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഇണക്കി വളർത്താവുന്ന വലിയ നായകളെ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. സോ ഇനി കോൺട്രവേഴ്സികളിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും ഇവിടെ നടന്നത് ഡി എക്സ്റ്റിങ്ഷൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്നേ ഉത്തരം പറയാൻ കഴിയുള്ളൂ. ഗ്രേ വൂൾഫിന് വൂൾഫുമായിട്ടുള്ള സിമിലാരിറ്റി എന്ന് പറയുന്നത് 99.5% ആണ് എന്നുള്ളത് നിങ്ങൾ കേട്ട് കാണും. പക്ഷെ ഇത് ഫീനോട്ടിപ്പിക് സിമിലാരിറ്റിയാണ്. ഫീനോട്ടിപ്പിക് സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വ്യത്യാസങ്ങൾ.
പക്ഷെ ജനറ്റിക് സിമിലാരിറ്റി എന്ന് പറയുന്നത് വെറും 95 മുതൽ 96% മാത്രമാണ്. ഇങ്ങനെ 20 ജീനുകളിൽ 14 ജീനുകൾ എഡിറ്റ് ചെയ്തതിനു ശേഷമാണ് ഡയർവൂൾഫുകളെ ഉണ്ടാക്കിയത്. ഇനി വ്യത്യാസങ്ങളുടെ കണക്കെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ ഗൊറില്ലയുമായി എത്രത്തോളം സിമിലർ ആണോ അത്ര പോലും സിമിലാരിറ്റി ഗ്രേ വൂൾഫുകൾക്കും ഡയർ വൂൾഫുകൾക്കും ഇല്ല. പക്ഷെ ഒരു സാധാരണ ഗ്രേ വൂൾഫുകൾ എത്രത്തോളം ഡയർ വൂൾഫായിട്ട് സിമിലർ ആണോ അതിനെക്കാട്ടും കൂടുതൽ ഈ 3 കുഞ്ഞുങ്ങൾ ഡയർ വൂൾഫുകളായിട്ട് ഓബ്വിയസ്ലി സിമിലർ ആണ്. പക്ഷെ എന്നാലും കുറച്ച് വ്യത്യാസം വരുത്തിയ ഗ്രേ വൂൾഫുകളായിട്ട് മാത്രമാണ് നമുക്ക് ഇവരെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. വംശനാശം സംഭവിച്ച എല്ലാ ജീവികളെയും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമത്തുകളുടെ അടുത്ത ബന്ധുക്കളായ ആനകൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ആനകളുടെ സഹായം നേടാൻ പറ്റും. ഡോഡോയ്ക്കും ടാസ്മാനിയൻ വൂൾഫിനും ഭൂമിയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ജീവികളിൽ അവരടുത്ത ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് അവരെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ കംപ്ലീറ്റ് ഫാമിലി ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട ഡിനോസർ അതേപോലെയുള്ള ജീവികളിൽ നിന്ന് നമുക്ക് ഇനി ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. സോ ആക്ച്വലി അതിനെക്കാട്ടും മുന്നേ ചോദിക്കേണ്ട ചോദ്യം ഈ ഡി എക്സ്റ്റിങ്ഷൻ ആവശ്യമുള്ള ഒരു കാര്യമാണോ എന്നുള്ളതാണല്ലോ. എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇപ്പൊ ഈ ഡയർവൂൾഫിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അവർ ജീവിച്ചിരുന്നത് ഐസ് ഏജിലാണ്. കൊടും ശൈത്യമുള്ള സമയത്താണ് അവർ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവചര്യകളും അതിനനുസരിച്ചായിരിക്കും. പക്ഷെ ഇന്ന് ഡയർവൂൾഫിനെ ഡി എക്സ്റ്റിങ്ക്റ്റ് ചെയ്ത് ഭൂമിയിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ അവരെങ്ങനെ ഭൂമിയിൽ സർവൈവ് ചെയ്യും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ജീവികളെ നമുക്കൊരു എൻവയോൺമെന്റൽ കൺട്രോൾ ഹൗസിൽ മാത്രമാണ് ജീവിപ്പിക്കാൻ പറ്റുള്ളൂ. മനുഷ്യരുടെ കൗതുകത്തിന് വേണ്ടി മാത്രം ജീവിച്ച് മരിക്കേണ്ടി വരും വീണ്ടും. വംശനാശം സംഭവിച്ച ജീവികളെ തിരിച്ചു കൊണ്ടുവന്നാലും അവരുടെ സോഷ്യൽ ലൈഫ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഈ ജീവികളെ കൊണ്ട് ഭൂമിയിൽ ഇനിയും സർവൈവ് ചെയ്യിക്കാൻ പറ്റില്ല. ഓൾറെഡി എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ജീവികളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന സമയത്ത് ഇന്ന് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ത്രെറ്റൻഡ് ആയിട്ടുള്ള ജീവികളെയൊക്കെ സംരക്ഷിക്കാനുള്ള നമ്മുടെ സാധ്യതയും കുറഞ്ഞു വരും. പക്ഷെ ഇതുകൊണ്ടൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു മോശം പ്രോജക്റ്റ് ആയിരുന്നു എന്നല്ല. ജനറ്റിക് എഞ്ചിനീയറിങ്ങിനെയും അല്ലെങ്കിൽ ജീൻ എഡിറ്റിങ്ങിനെയുമുള്ള ഒരു വലിയ നാഴികക്കല്ലായിട്ട് തന്നെയാണ് ഇതിനെ സയന്റിസ്റ്റുകളെല്ലാം തന്നെ കാണുന്നത്. ഈ ഫീൽഡിലേക്ക് ഒരുപാട് ഫണ്ടിങ് ഉണ്ടാവാനും ഇതുവഴി സാധിക്കും. കേവലം ഒരു DNA നിന്ന് ഒരു DNA എക്സ്ട്രാക്ട് ചെയ്ത് മറ്റൊരു ജീനിലേക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൽ നിന്നൊരു ഭ്രൂണം ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് മാക്സിമം അഡ്വർടൈസ് ചെയ്യേണ്ടത് ഈ കമ്പനിയുടെ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമാണ്. ഈ ഡയർവൂൾഫുകളെ ഉണ്ടാക്കിയതിന് ശേഷം ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ലോകം ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഗെയിം ഓഫ് ത്രോൺസിന്റെ ഡയറക്ടർ ഡയർവൂൾഫുകളെ കാണാൻ വേണ്ടി ഈ കമ്പനിയിലേക്ക് വരികയും അതിനുശേഷം നടന്ന ഫോട്ടോഷൂട്ടിലൂടെയാണ് ഈ കുഞ്ഞുങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ഡയർവൂൾഫുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.